നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഔദ്യോഗിക വസതിയിൽ കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ സുപ്രീംകോടതി കൊളീജിയത്തിന്റെ ശുപാർശ കേന്ദ്ര സർക്കാരിന് കൈമാറി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ജുഡീഷ്യൽ ചുമതലകൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പിൻവലിച്ചു. യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നും CBI ED അന്വേഷണം വേണമെന്നും അലഹബാദ് ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. യശ്വന്ത് വർമ്മയുടെ ജുഡീഷ്യൽ ചുമതലകൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പിൻവലിച്ചതിന് പിന്നാലെയാണ് അസാധാരണ നടപടി. യശ്വന്ത് വർമ്മയെ അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള ശുപാർശ കൊളീജിയം കേന്ദ്ര സർക്കാരിന് അയച്ചു. സ്ഥലം മാറ്റാൻ തീരുമാനമെടുത്തിട്ടില്ല എന്നായിരുന്നു അനൗപചാരിക വാർത്താക്കുറിപ്പിൽ സുപ്രീം കോടതി അറിയിച്ചിരുന്നത്. അതേസമയം സ്ഥലം മാറ്റത്തിനെതിരെ അലഹാബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചു. ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്നാണ് ആവശ്യം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ സമിതി അന്വേഷണ നടപടികൾ ആരംഭിച്ചു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സമീപകാലത്ത് പരിഗണിച്ച കേസ് വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. ഇതിനായി കേസുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം തേടി. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും നോട്ടീസ് നൽകിയെങ്കിലും പരിഗണിച്ചില്ല. 24 ഡൽഹി. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ പ്രഖ്യാപനം നടത്തി. BJPയെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. ഏകകണ്ഠമായാണ് അധ്യക്ഷനെ തെരഞ്ഞെടുത്തതെന്നും കേരളത്തിൽ BJP വലിയ മുന്നേറ്റം നടത്തുമെന്നും സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി. പദവിയിൽ അഭിമാനമെന്ന് ചുമതലയേറ്റെടുത്ത ശേഷം രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളമാണ് ലക്ഷ്യമെന്നും BJPയെ അധികാരത്തിലെത്തിച്ചേ മടങ്ങൂ എന്നും പ്രഖ്യാപനം. നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ, BJP NDAനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് വലിയ മാറ്റമുണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളം BJPക്ക് ബാലികേറാമലയല്ലെന്ന് അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞ K. സുരേന്ദ്രനും പറഞ്ഞു. നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി, ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി, അമിത്ഷാജിക്ക് വേണ്ടി, നിർമ്മല സീതാരാമന് വേണ്ടി, ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങെടുക്കുവാൻ പോവുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണം. ഈ നിമിഷം ആ ഊർജം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും സാധിക്കണം. കേരളം BJPക്ക് ബാലികേറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത് ബാലികേറ മലയല്ല, ഇവിടെയും കേരളത്തിലും BJPക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ 10 വർഷത്തെ 15 വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയം പുതിയ നായകനൊപ്പം കോർ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലും അഴിച്ചുപണി വരും. ജില്ലാ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ സീനിയർ നേതാക്കൾക്കൊപ്പം യുവജനങ്ങൾക്കും കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കും. മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, V. മുരളീധരൻ, K. സുരേന്ദ്രൻ എന്നിവരുടെ പദവി ദേശീയ നേതൃത്വം തീരുമാനിക്കും. ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ ജൂണോടെ പുതിയ സംഘടനാ സെക്രട്ടറിയെ നിയോഗിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലെ ആദ്യ വെല്ലുവിളി. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാൻ കർമ്മ പദ്ധതികളുമായി സർക്കാർ രൂപരേഖ തയ്യാറാക്കുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി തല സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. LP ക്ലാസുകൾ മുതൽ തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയുന്നതിനായി ജനകീയ ക്യാമ്പയിന് തുടക്കമിടാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇപ്പോൾ ലഹരിക്കെതിരെ നടക്കുന്ന എല്ലാ പ്രചാരണ പരിപാടികളും സംയോജിപ്പിച്ച് ഏപ്രിൽ മാസം മുതൽ അതിവിപുലമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അതാണ് നമ്മൾ ആലോചിക്കുന്നത്. വിവിധ വകുപ്പുകൾ കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമായിരിക്കും. അത് വിമുക്തി മാത്രമായാൽ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു നടപടി നമ്മളെന്താ ഉണ്ടാകുന്നത്.
കുട്ടികളെ കായിക രംഗത്ത് ആകർഷിക്കാൻ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കും. ഹോസ്റ്റലുകളും പൊതുയിടങ്ങളും ലഹരിമുക്തമാണെന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത എൻഫോഴ്സ്മെന്റ് കൂടുതൽ ഫലപ്രദമാക്കും. മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനുള്ള ആധുനിക ഉപകരണങ്ങൾ വാങ്ങാനും സ്നിഫർ ഡോഗുകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഓൺലൈൻ ലഹരി വ്യാപാരം തടയാനുള്ള നടപടികൾ ശക്തമാക്കും. എയർപോർട്ട്, റെയിൽവേ, തുറമുഖം എന്നിവ കേന്ദ്രീകരിച്ച പരിശോധന ഊർജിതമാക്കും. കൊറിയറുകൾ, പാഴ്സലുകൾ, ടൂറിസ്റ്റ് വാഹനങ്ങൾ തുടങ്ങി കേരളത്തിന്റെ അതിർത്തിയിലേക്ക് കടന്നുവരുന്ന വാഹനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ലഹരി വ്യാപനം ചെറുക്കുന്നതിനായി സമഗ്ര രൂപരേഖ തയ്യാറാക്കുന്നതിനായി സെക്രട്ടറി തല സമിതി രൂപീകരിക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാകും സമിതി. രൂപരേഖ മന്ത്രിതല സമിതി ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് പോകും. ഈ മാസം 30-ന് വിദഗ്ധരുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും സിനിമാ, സാംസ്കാരിക, മാധ്യമ മേഖലകളിലെ സംഘടനകളുടെയും അധ്യാപക രക്ഷകർത്താ സംഘടനകളുടെയും യോഗവും നടക്കും. 24 തിരുവനന്തപുരം. SKN40 കേരള യാത്ര വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടുകയാണ്. വിവിധ സ്കൂളുകളിലും കോളേജുകളിലും വൻ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. അരുതക്രമം, അരുത് ലഹരി. SKN40 കേരള യാത്രയുടെ മുദ്രാവാക്യം ഏറ്റുവിളിക്കുകയാണ് വിദ്യാർത്ഥി സമൂഹം. പിന്നിടുന്ന വഴികളിലൊക്കെ സ്വീകരിക്കാൻ വിദ്യാർത്ഥികൾ. ലഹരി വിരുദ്ധ ആശയങ്ങളിൽ അധിഷ്ഠിതമായ പരിപാടികളാണ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്നത്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പുന്നമടക്കായൽ യാത്രയിൽ കായലിനപ്പുറം കൈനഗരി KA കാർമൽ സ്കൂളിൽ കേരള യാത്രയെ കാത്തുനിന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ. ചെസ് ടൂർണമെന്റുകളും സൈക്കിൾ റാലിയും കേരള യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിരുന്നു. 24 ആലപ്പുഴ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ മുഴപ്പിലങ്ങാട് BJP പ്രവർത്തകൻ സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ 8 CPIM പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി. കേസിലെ 11ാം പ്രതിയെ 3 വർഷം കഠിന തടവിനും വിധിച്ചു. ശിക്ഷിക്കപ്പെട്ടവർക്കായി അപ്പീൽ നൽകുമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. കൊലപാതകം നടന്നു 19 വർഷത്തിന് ശേഷമാണ് കേസിൽ തലശ്ശേരി കോടതി വിധി പറഞ്ഞത്. TP വധക്കേസ് പ്രതി TK രജീഷ്, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ്, CPIM പ്രവർത്തകരായ NV യോഗേഷ്, K ഷംജിത്ത്, സജീവൻ ഉൾപ്പെടെ കൃത്യത്തിൽ നേരിട്ടു പങ്കെടുത്ത 5 പേർ. ഗൂഢാലോചന കുറ്റം തെളിഞ്ഞ CPIM മുൻ ലോക്കൽ സെക്രട്ടറി പ്രഭാകരൻ ഉൾപ്പെടെ മറ്റു 3 പ്രതികൾ. ആകെ 8 പേർക്കാണ് ജീവപര്യന്തം. പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച 11ാം പ്രതി പ്രദീപിന് 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. വിധിയെ പ്രോസിക്യൂഷൻ സ്വാഗതം ചെയ്തു. പിഴ സംഖ്യ സൂരജിന്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് കോടതി ഉത്തരവായിരിക്കുന്നത്. അത് കൂടാതെ ലീഗൽ സർവീസസ് അതോറിറ്റിയോട് ബന്ധപ്പെട്ട മരണപ്പെട്ട സൂരജിന് നഷ്ടപരിഹാരം നൽകാനും കോടതിയുടെ ഉത്തരവിലുണ്ട്. 20 വർഷത്തെ നിയമപോരാട്ടത്തിന് ശേഷം മരണപ്പെട്ടയാൾക്ക് നീതി കിട്ടി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. കോടതിക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിയോടെയാണ് പ്രതികളെ CPIM പ്രവർത്തകർ അഭിവാദ്യം ചെയ്തത്. പ്രതികൾക്കായി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കോടതി ഇപ്പോൾ തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ ശിക്ഷ വിധിച്ചത്. പക്ഷെ അതിൻ്റെ മേലെ നിരപരാധികളായ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അവരുടെ നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ തെളിയിക്കാൻ വേണ്ടിയും പരിശ്രമിക്കും. CPIMൽ നിന്ന് മാറി BJPയിൽ ചേർന്ന വിരോധത്തിൽ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2005 ഓഗസ്റ്റ് 7-നായിരുന്നു സംഭവം. TP കേസിൽ പിടിയിലായ TK രജീഷ് നടത്തിയ കുറ്റസമ്മതമൊഴി പ്രകാരം രജീഷിനെയും മനോരാജിനെയും പിന്നീടാണ് കേസിൽ പ്രതി ചേർത്തത്. കേസിലെ 1ാം പ്രതി PK ഷംസുദ്ദീനും 12ാം പ്രതി TP രവീന്ദ്രനും സംഭവത്തിന് ശേഷം മരിച്ചിരുന്നു. 24 കണ്ണൂർ. കൂട്ട ഉപവാസത്തിലേക്ക് കടന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമാക്കി ആശാ വർക്കേഴ്സ്. രാപകൽ സമരത്തിന്റെ 43ാം ദിവസത്തിലാണ് കൂട്ട ഉപവാസം. അതേസമയം ക്ഷണിച്ചിട്ടാണ് സമരവേദിയിലേക്ക് പോയതെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം സമരസമിതി നേതാക്കൾ സ്ഥിരീകരിച്ചു.
നമുക്കും ജപ്തിയുടെ വക്കിലാണ്. ഭർത്താവ് സുഖമില്ല, നടു തേയ്മാനമായിട്ടാണ്, ജോലിക്ക് പോകാൻ പറ്റില്ല. ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. ഞങ്ങളെ കൂട്ടത്തിൽ വിധവകളുണ്ട്, പഠിക്കണ പിള്ളേരുള്ള അമ്മമാരുണ്ട്. നിരാഹാരത്തിന്റെ 5ാം ദിവസവും ആശമാരുടെ വാക്കുകൾക്ക് ഇടർച്ചയില്ല. രാപ്പകൽ സമരത്തിന്റെ 43ാം ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കലും വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലും ആശമാർ കൂട്ട ഉപവാസമിരുന്നു. അതിനിടെ സമരത്തെ പരിഹസിച്ച് INTUC സ്വന്തം മുഖമാസികയിൽ ലേഖനമെഴുതി. രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും സമരത്തെ വിറ്റ് കാശാക്കുകയാണെന്നും സമരകേന്ദ്രം സെൽഫി പോയിന്റ് മാത്രമാണെന്നും KPCC നയരൂപീകരണ യൂത്ത് കൺവീനറായ അനൂപ് മോഹൻ എഴുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. പ്രതിപക്ഷം ഒന്നടങ്കം സമരത്തെ പിന്തുണയ്ക്കുമ്പോഴുള്ള INTUCയുടെ വിരുദ്ധ നിലപാടിനോട് കടുത്ത ഭാഷയിലായിരുന്നു MM ഹസൻ പ്രതികരിച്ചത്. അല്ല, തൊഴിലാളി സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ നടത്തുന്നത് കരിങ്കാലിപ്പണിയാണ്. ഗവൺമെന്റിന് വേണ്ടി CITUകാർ കരിങ്കാലിപ്പണി നടത്തുമ്പോൾ INTUCക്ക് അങ്ങനെയുള്ളതൊന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനയാണെങ്കിൽ KPCCയും UDFും ഈ സമരത്തിന് പൂർണ്ണ പിന്തുണയാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിലെത്തിയ BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടി എല്ലാം സംസ്ഥാന സർക്കാരിന്റെ മുകളിൽ കെട്ടിവെച്ച് തടിതപ്പി. കേന്ദ്ര പദ്ധതികളുടെ പേര് വയ്ക്കാത്തതാണ് ഫണ്ട് നൽകാത്തതിന് കാരണമെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഒരു ധിക്കാരാണ് ഇവർ കാണിക്കുന്നത്. രാഷ്ട്രീയ തമ്മാടിത്താണ് ഇവർ കാണിക്കുന്നത്. ആശാ വർക്കർമാരുടെ ഈ സമരത്തോട് ഇവർ കാണിക്കുന്ന പരിഹാസവും അവഗണനയും വളരെ ക്രൂരമാണ്. അതിന് പിണറായി വിജയനും അവരുടെ പ്രസ്ഥാനവും വലിയ വില നൽകേണ്ടി വരും. അതിനിടെ ആശമാർ ക്ഷണിച്ചിട്ടാണ് സമരപ്പന്തലിൽ എത്തിയതെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന സമരസമിതി നേതാക്കൾ തന്നെ ശരിവച്ചു. എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ഷണിക്കുന്ന കൂട്ടത്തിലാണ് സുരേഷ് ഗോപിയെയും ക്ഷണിച്ചതെന്നാണ് വിശദീകരണം. 24 തിരുവനന്തപുരം. ആശാ വർക്കേഴ്സ് സമരത്തിലെ SUCI സാന്നിധ്യത്തെ ചൊല്ലി നിയമസഭയിൽ ചർച്ച. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ തീർക്കാൻ പറ്റാത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന SUCI കമ്മ്യൂണിസം പഠിപ്പിക്കുകയാണെന്ന് ഭരണപക്ഷം വിമർശിച്ചു. ന്യായമായ സമരമായതുകൊണ്ടാണ് ആശാ സമരത്തെ പിന്തുണയ്ക്കുന്നതെന്ന് മറുപടി നൽകിയ പ്രതിപക്ഷം രാഷ്ട്രീയ മാറ്റമുണ്ടായാൽ പരിഹാരമുണ്ടാക്കും എന്നും പ്രഖ്യാപിച്ചു. ബജറ്റിന്റെ ഭാഗമായുള്ള ധനവിനിയോഗ ബില്ലിന്മേലുള്ള ചർച്ചയിൽ ആശാ വർക്കർമാരുടെ സമരം ഒളിഞ്ഞും തെളിഞ്ഞും കടന്നുവന്നു. ആശാ സമരത്തിന് പ്രതിപക്ഷം നൽകുന്ന പിന്തുണ അംഗീകരിച്ച് നൽകാൻ ഭരണപക്ഷം തയ്യാറല്ല. SUCI കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ്. തീർക്കാൻ പറ്റാത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഒരു ഗവൺമെന്റിനെ, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം ആ സമരത്തിന്റെ പ്രധാന കണ്ടന്റ് എന്താണ് സർ? വർദ്ധിപ്പിക്കാത്തതാണോ? സമരത്തിന് പിന്തുണ നൽകാനുള്ള കാരണം വിശദീകരിച്ച് പ്രതിപക്ഷം മറുപടി നൽകി. അപ്പോൾ തൊഴിലാളികൾക്ക് വേണ്ടി ദേശീയ തലത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞ BJP സർക്കാരിൻ്റെ തൊഴിൽ നയത്തിനെതിരായിട്ട് പോരാടുന്നത്. ഇപ്പോൾ പാവപ്പെട്ട തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അവരുടെ ഒരു സംഘടന സമരം ചെയ്തു, ന്യായമാണ് എന്ന് തോന്നിയപ്പോൾ, അത് ശരിയായ ഒരു ആവശ്യമാണ് എന്ന് തോന്നിയപ്പോൾ ഞങ്ങളതിന് പിന്തുണ കൊടുത്തു. ദേശീയ തലത്തിൽ ഒപ്പമാണെങ്കിലും കേന്ദ്ര തൊഴിലാളി യൂണിയനുകൾ സ്വീകരിക്കുന്ന സമീപനമല്ല SUCI കേരളത്തിൽ സ്വീകരിക്കുന്നതെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും INTUC ഉൾപ്പെടെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകളും ഈ അഖിലേന്ത്യാ സമരത്തിലുണ്ട്. ആ അഖിലേന്ത്യാ സമരത്തിൽ ഉന്നയിച്ച ഡിമാൻഡും ഇവിടെ അവർ ഉന്നയിക്കുന്ന ഡിമാൻഡും വ്യത്യസ്തമാണ്. CPIM തൊഴിലാളി വർഗത്തെ മറന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മധ്യവർഗത്തിനൊപ്പം പോയതുകൊണ്ടാണ് ആശാ വർക്കർമാരുടെ സമരം തീർക്കാത്തതെന്ന് പ്രതിപക്ഷവും മറുപടി നൽകി. ഇവിടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടായാൽ ആശാ വർക്കേഴ്സ് ചെയ്യുന്ന ആ സമരത്തിന് ഫലമുണ്ടാകും. അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. കേന്ദ്രം അർഹമായ വിഹിതം നൽകിയാൽ ആശമാർക്ക് ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാലും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി നാളെ വാഴിക്കും. ലബനോൺ തലസ്ഥാനമായ ബെയ്റൂത്തിലെ അച്ചാനൈ സെയിന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങിന് ആഗമാന സുറിയാനി സഭയുടെ തലവൻ ഇഗ്നാത്തിയോസ് അപ്രേം ദുതിയൻ പത്തർക്കിസ് ബാവയാണ് നേതൃത്വം നൽകുക. വാഴിക്കൽ ചടങ്ങിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ബെയ്റൂത്തിൽ നിന്ന് ടീം 24ഉം സജ്ജമാണ്. ഉയർന്നു വന്ന വിമർശനങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് പുതിയ കാതോലിക്ക ബാവയെ വാഴിക്കാനൊരുങ്ങുകയാണ് യാക്കോബായ സുറിയാനി സഭ. ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ മുഖ്യ കാർമ്മികത്വം വഹിക്കുമ്പോൾ ദേവദാരുക്കളുടെ നാടായ ലബനോനും ആ ചരിത്ര മുഹൂർത്തത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്നും 400-ലധികം പേരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ബെയ്റൂട്ടിലെത്തിയത്. സഭാചരിത്രത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുന്നവരിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട്. വൈകുന്നേരം ലബനോൻ സമയം 5 മണിക്കാണ് കാതോലിക്ക വാഴ്ച ചടങ്ങുകൾ നടക്കുന്നത്.
അത് ഏകദേശം ഒരു 2 മണിക്കൂർ സമയത്തോളം ശുശ്രൂഷകളുണ്ടാകും. അതിൽ പ്രധാനമായിട്ടും യാക്കോബായ സുറിയാനി സഭയുടെ നാട്ടിൽ നിന്നുള്ളതായ എല്ലാ ബിഷപ്സും തന്നെ അതിനകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ എല്ലാ മെത്രാപ്പോലിത്തമാരും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ അമേരിക്ക, കാനഡ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെത്തിയവരും ഏറെ. കാലം ചെയ്ത ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ പിൻഗാമിയായാണ് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയസിനെ കാതോലിക്ക സ്ഥാനത്തേക്ക് വാഴിക്കുന്നത്. നാളെ പത്രിയാർക്ക അരമനയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ചാണ് വാഴിക്കൽ ശുശ്രൂഷ. ചടങ്ങിൽ വിവിധ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരും കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും പങ്കെടുക്കും. ഈ കാണുന്ന സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയെ പാത്രിയർക്കീസ് ബാവ വാഴിക്കുന്നത്. ചടങ്ങിൽ വിവിധ ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷന്മാരും മെത്രാപ്പൊലിത്തന്മാരും പങ്കെടുക്കും. പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കാളികളാകും. അച്ചാനയിലെ പാത്രിയർക്ക അരമനയിൽ നിന്നും ഗീസ് പീറ്റർ, 24.